താലൂക്കിലെ ഗ്രാമീണ പാതകളുടെ നില ശോചനീയം. മഴക്കാലം എത്തിയപ്പോൾ പല റോഡുകളും യാത്രായോഗ്യമല്ലാതെയായി. അധികൃതരാകട്ടെ ഇവയുടെ നവീകരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല. നമ്മുടെ ഗ്രാമീണ പാതകൾ ഇങ്ങനെയൊക്കെയാണ്. അനുദിനം വികസനങ്ങൾ കൊണ്ട് നാട്ടുകാരെ വീർപ്പുമുട്ടിക്കുന്നവർ തോടായി ഒഴുകുന്ന ഇത്തരം റോഡുകളെ കണ്ടില്ലെന്നു നടിക്കുന്നു. ടാർ ചെയ്ത പാതകൾ വീണ്ടും വീണ്ടും ടാർ ചെയ്യപ്പെടുന്നു. അല്ലാത്തവയെ ആരും ഗവനിക്കുന്നുമില്ല. അഴൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലെ മുട്ടപ്പലം കുറക്കട കോരാണി റോഡാണിത്. 4 വർഷമായി റോഡ് നവീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ പല വാതിലുകളും മുട്ടുന്നു. നിരവധി സ്കൂൾ ബസ്സുകൾ കടന്നുപോകുന്ന പാതയാണിത്. കാൽനടയാത്ര പോലും ദുരിതമാകുന്നു ഇതുവഴി. നേരത്തെ ഇവിടെ ഒരു ഓട ഉണ്ടായിരുന്നു. ആ ഓട ബ്ലോക്കായ ശേഷമാണ് ഈ പ്രശ്നം അത്ര ഇവിടെ ഉണ്ടായ കാരണം. ഇവിടെ അടുത്ത് തന്നെ ഓട ഉണ്ടായിരുന്നു. ഈ പരിടത്തിൽ കൂടെയാണ് വെള്ളം ഇറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഓട ക്യാൻസൽ ചെയ്തപ്പോൾ ഈ വെള്ളം കൊണ്ടുവന്ന് ഇവിടെ നിറഞ്ഞ് പഞ്ചായത്തുകാരെയൊക്കെ അറിയിച്ച്, പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ച് ആരും ശ്രദ്ധിക്കുന്ന ഒരു പ്രവണത ഇവിടെ ഇല്ല. ഇതുവഴി കടന്നുപോകാൻ ഇരുചക്ര വാഹനക്കാർ പെടുന്ന പാട് ചില്ലറയല്ല. കോൺഗ്രസ് നേതാവായ വാർഡ് മെമ്പറെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പഞ്ചായത്ത് മെമ്പറാ, പഞ്ചായത്ത് സെക്രട്ടറിയാ, പഞ്ചായത്ത് പ്രസിഡന്റാ, പോലീസ് സ്റ്റേഷൻ, അങ്ങനെ ആയ മൊത്തം പല ഭാഗങ്ങളിലും ഞങ്ങൾ ഇത് അറിയിക്കാനുള്ളവർ അറിയിച്ചു. പഞ്ചായത്തുകാർ വെറും പിറമ്പോക്കായിട്ട് കളഞ്ഞേക്കുന്ന ഒരു പഞ്ചായത്താണ് ഈ 9ാം വാർഡിൽ കൃഷ്ണകുമാർ സാറിന്റെ വാർഡിൽ നടക്കുന്ന ഒരു അപഗണന. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കാശുകൾ മുടക്കി ഈ ഷവർ വിളിച്ച് വൃത്തിയാക്കുകയും മണ്ണിട്ടുകയും മറ്റുള്ള എല്ലാ മെയിൻ്റനൻസുകളും ചെയ്തു. പാവപ്പെട്ടവന്റെ ഒരു തന്നെ വീട്ടിൽ മെനഞ്ഞാന്ന് വെള്ളം കയറി. ഈ പരിസരത്തുള്ള പഞ്ചായത്തുകാരോ മറ്റൊരാരും ഇതിന് സഹകരിക്കാനോ ഒന്നും സഹകരിച്ചിട്ടില്ല. റോഡിൽ വെള്ളക്കെട്ട് നിറഞ്ഞതോടെ വെള്ളം അടുത്തുള്ള വീടുകളിലേക്കും ഒഴുകിയിറങ്ങാൻ തുടങ്ങി. റോഡിനടുത്തുള്ള വീടുകളിലെ കിണറ്റു വെള്ളത്തിനും ഇതേ ചേല്. ഈ വെള്ളം കംപ്ലീറ്റ് അഴുക്കും ചപ്പും ചവറുമായിട്ടൊക്കെ വീട്ടിനകത്ത് കയറി കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന എൻ്റെ മക്കളും എല്ലാവരെയൊക്കെ തട്ടിയുണർത്തി കൊണ്ട് ഓട്ടോ ഇടുന്നു. ഈ രാത്രി 2 മണിക്ക് എൻ്റെ ഈ അയലോക്കാറില്ലായിരുന്നെങ്കിൽ അന്ന് ഞാൻ എൻ്റെ നമ്മളെ വീട്ടിൻ്റെ ചുവരെല്ലാം കൂടെ ഇടിഞ്ഞ് വീണനെ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടില്ല. അവിടെ പഞ്ചായത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് നോക്കി എന്തിനൊക്കെ ചെയ്തെന്നും പറഞ്ഞ് അങ്ങ് പോയി. മഴക്കാലം പഞ്ചായത്ത് അധികൃതർക്ക് പഴികേൽക്കൽ കാലമാണ്. മഴ പെയ്താൽ റോഡുകളുടെയൊക്കെ തനിരൂപം തെളിഞ്ഞു വരും. വികസനം പറഞ്ഞു നടക്കുന്നവർക്കൊക്കെ സ്വന്തം പ്രജകളുടെ കണ്ണിൽപ്പെടാതെ മറയത്തിരിക്കാം. AC ന്യൂസ് ചിറയൻകീഴ്.